അൽസമാൻ എക്സ്ചേഞ്ച് മോസ്റ്റ് വാണ്ടഡ് റീലോഡഡ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അൽസമാൻ എക്സ്ചേഞ്ച് ദോഹ ഖത്തർ. മറന്നുപോയൊരു പാട്ടിന്റെ മഴനൂൽ പോലെ, മറ്റൊരു ജന്മത്തിന്റെ നക്ഷത്രപ്പൊട്ട് പോലെ ഒരു മെഴുതിരിയായി ഞാൻ ഒരുങ്ങുന്നത് നിനക്ക് വേണ്ടി മാത്രം. കാലത്തിന്റെ തീരത്ത് എവിടെയോ വെച്ച് നഷ്ടമായ ജീവിതത്തിലെ ചില നല്ല ഓർമ്മകൾ. ആ ഓർമ്മകൾ ഇപ്പോൾ നമുക്ക് സമ്മാനിക്കുന്നത് ഒരു പൊട്ടിച്ചിരിയാവാം. അതെ, ഓർമ്മകൾ. മഴ പോലെ മനസ്സിൽ നിറയുന്ന ആ ഓർമ്മകളിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക്. റിവൈൻഡ്. ഈച്ച എവിടെ എന്നാ തല്ലിക്കൊല്ലുന്നത്? അല്ല, അതല്ലെന്ന്. ഇപ്പൊ ബ്രേക്കിന് മുൻപ് നമ്മൾ കേട്ടത് ഈച്ച എന്ന മൂവിയിലെ ഗാനം. ഈച്ച മക്കി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അത് ശരി, അത് ശരി. അപ്പൊ കൂട്ടുകാരെ, അങ്ങനെ യാത്ര ചെയ്ത് ഈച്ച എന്ന ചിത്രത്തിലെ ഒരു മനോഹര ഗാനത്തിന് ശേഷം നമ്മൾ ഒത്തുചേർന്നിരിക്കുന്നത് റീവൈൻഡിലാണ്. ഈ മാസത്തെ, അതുപോലെ ഈ ആഴ്ചത്തെ ആദ്യത്തെ റീവൈൻഡ്. ഞാനോർത്ത് ഇനി ലേലം വിളിയാണോ? അല്ലല്ലോ. അപ്പൊ ഇന്ന് റീവൈൻഡിൽ കടന്നു വന്നിരിക്കുന്ന സ്നേഹിതന്റെ പേര് മിസ്റ്റി റൈസ് എന്നാണ്. നമ്മൾ ഷോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിസ്റ്റി ആണ് എത്തുന്നത് എന്ന് പറഞ്ഞു. മിസ്റ്റി ഇന്ന് എന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. നമസ്കാരം ഷിബുച്ചായ. നമസ്കാരം കപിലച്ച. നമസ്കാരം. ഞാൻ മിസ്റ്റി റൈസ്. ജോലി തിരക്കാണെന്നേ, അറിയാം. അതാ മിക്ക ദിവസവും എന്നെ കാണാത്തത്. എന്നാലും ഞാൻ നിങ്ങളുടെ ഷോ കേൾക്കാറുണ്ട്. ഗുമ്മ തന്നെ. റീവൈൻഡ് അതിമനോഹരം. ചിലപ്പോ അത് പൊട്ടിച്ചിരിപ്പിക്കാറുണ്ട്, മറ്റു ചിലപ്പോ കണ്ണു നനയിക്കാറുണ്ട്. ഇന്ന് ഞാൻ എന്റെ ഒരു അനുഭവ കുറിപ്പ് വാരി വിതറുകയാണ്. നിങ്ങൾ അനുഭവിച്ചാലും. കൂട്ടുകാരെ, എന്നെ കളിയാക്കരുത് കേട്ടോ. ഞാൻ 6ൽ പഠിക്കുന്ന കാലത്താണ് ഈ ഒരു സംഭവം നടന്നത്. അയ്യോ, കൊച്ചുകുട്ടി. ഒരു ദിവസം എന്റെ ഉമ്മ 50 രൂപയും തന്ന് എന്നെ റേഷൻ കടയിൽ അരി വാങ്ങാൻ വിട്ടു. അല്ല, നമ്മൾ അങ്ങനെ തന്നെ ചെറുപ്രായത്തിൽ ഇതുപോലെ കടയിലൊക്കെ സാധനം മേടിക്കാൻ വിടും നമ്മള്, കാരണം കണക്കൊക്കെ പഠിക്കാൻ വേണ്ടിട്ട്. അതെ. അപ്പൊ റേഷൻ കടയിൽ അന്ന് കയറി ഇറങ്ങി നമ്മൾ മടുക്കും. അതാണ്. ഞാൻ കാർഡും പൈസയും ട്രൗസറിന്റെ പോക്കറ്റിൽ ഇട്ടിട്ട് എന്റെ സൈക്കിളിൽ ഞാൻ റേഷൻ കടയിലേക്ക് കുതിച്ചു. അന്നൊക്കെ വള്ളിക്കളസമായിരിക്കും. വള്ളിക്കളസമാണ്. അതിങ്ങനെ വള്ളിക്കളസം ഇടയ്ക്ക് താഴ്ത്തു പോകുമ്പോ സീൻ മനസ്സിലേക്ക് വരിക. ശരി. അതെ. അപ്പൊ എന്താണ്, നമ്മുടെ റൈസ് ഇങ്ങനെ സൈക്കിളില് റേഷൻ കടയിലേക്ക് കുതിച്ചു. പുതിയ സൈക്കിൾ വാങ്ങിയതിന്റെ ആവേശമാണ് കേട്ടോ എനിക്ക്. ഉമ്മ പറഞ്ഞു വിടുന്ന ഞാൻ റേഷൻ കടയിലേക്ക് പോകാനും കാരണം അത് തന്നെയാണ്. ഓ, നല്ല കുട്ടി. ഞാൻ വിചാരിച്ചു ഉമ്മ പറയുന്ന അനുസരിക്കുന്ന കുട്ടിയായിരിക്കും. സൈക്കിള് കാരണമാണല്ലേ? അല്ലാതെ ഒരു 100 തവണ പറഞ്ഞാലും ഞാൻ കടയിൽ പോവാറില്ല. ഞാൻ റേഷൻ കടയിൽ ചെന്നപ്പോ അവിടെ ഭയങ്കര തിരക്കാണ്. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക്. സിനിമാ തിയേറ്ററിനെക്കാട്ടി തിരക്കുണ്ടോ? അതിലും ഭയങ്കര തിരക്ക്. പോക്കറ്റിൽ നിന്നും ഞാൻ കാർഡ് എടുത്ത് റേഷൻ കടക്കാരൻ ബാലേട്ടന്റെ കയ്യിൽ കൊടുത്തു. അയാളത് മേശപ്പുറത്തുള്ള മറ്റു കാർഡുകൾ കടിയിൽ വെച്ചു. വെരി ഗുഡ്. ഫസ്റ്റ് കാർഡുള്ള ആളോ ആദ്യം വിളിക്കും, അങ്ങനെയാണ് പോകുന്നത്. എന്റെ കാർഡ് വിളിക്കണമെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും ആവും. അപ്പൊ അത്ര ആൾക്കാരുണ്ട്. പിന്നെ അതുകൊണ്ട് ഞാൻ കുറച്ച് മാറി നിന്നു. അപ്പോഴാണ് എന്റെ സൈക്കിളിന്റെ അരികിലായിട്ട് ഒരു 50 രൂപ വീണ് കിടക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ലോട്ടറി അടിച്ചല്ലോ. ഇതൊക്കെയാണ് ഭാഗ്യം എന്ന് പറയുന്നത്. അപ്പൊ തന്നെ എന്റെ മനസ്സിൽ ഒരു 1000 ലഡുവെങ്കിലും പൊട്ടിക്കാണും. വെറുതെ 50 രൂപയ്ക്ക് ആ സമയത്ത് കിട്ടാന്ന് പറയുമ്പോ, അതും 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം. ചെറിയൊരു കുട്ടിയാണെന്ന് കോഴിക്കോട്ടെ. ഞാൻ എല്ലാവരെയും നോക്കി, ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടപ്പോ ഞാൻ മെല്ലെ അതങ്ങോട്ട് പോക്കി. കാർഡ് വിളിക്കാൻ സമയം ഇനിയും ബാക്കിയുണ്ട്. ആ ധൈര്യത്തിൽ ഞാൻ എന്റെ സൈക്കിളും എടുത്ത് നേരെ ടൗണിലോട്ട് ഒരു പോക്കങ്ങോട്ട് പോയി. എന്തിനാ? ചോക്ലേറ്റ് ഒക്കെ മേടിക്കാനാ? പിന്നെ സൈക്കിൾ കടയിൽ പോയിട്ട് 2 കണ്ണാടിയും ഒരു ഹോണും അതൊക്കെ വാങ്ങിട്ട് സൈക്കിളിൽ ഞാൻ സെറ്റ് ചെയ്തു. എന്റെ അമ്മ, അപ്പൊ സൈക്കിളിനോട് ഇത്രയ്ക്ക് ഇഷ്ടമായിരുന്നോ? പിന്നെ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായമാണല്ലോ. സൈക്കിൾ ഡെക്കറേറ്റ് ചെയ്തു. പിന്നെ അപ്പൊ ഞാൻ ആ ഒരു ഗുമ്മിൽ ഇങ്ങനെ നടക്കുകയാണ്, ശുഭചായം പറയുന്നത് പോലെ. വെറുതെ കിട്ടിയ 50 രൂപയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയല്ലോ. പിന്നെ ആ ഒരു 50 രൂപ ഞാൻ അങ്ങനെ പൊട്ടിച്ചു. യൂസ് ചെയ്തു. നന്നായി. മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷം. അങ്ങനെ വീണ്ടും ഞാൻ റേഷൻ കടയിൽ ചെന്നു. എന്നിട്ടോ ഭാഗ്യം എന്റെ കാർഡ് വിളിച്ചിട്ടില്ല. അപ്പോഴും എന്റെ കണ്ണുകൾ സൈക്കിളിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താ എന്റെ സൈക്കിളിന്റെ ഒരു സ്റ്റൈല് നോക്കുന്നതൊക്കെ വിചാരിക്കല്ലേ മനസ്സിൽ. എന്റെ കാർഡ് എടുത്ത് ബാലേട്ടൻ ചോദിച്ചു, എന്നെ കരി മാത്രം മതിയോടാ? അപ്പൊ എന്ത് പറഞ്ഞു? അതേ മതി, അത് മതി ബാലേട്ടാ. ഓ, അരി മേടിക്കാൻ വന്നതാ എന്ന് പറഞ്ഞ് കാശനായിട്ട് ഞാൻ പോക്കറ്റില് കൈയിട്ടു. എന്നിട്ട് എന്റെ കാശ് കാണാനില്ല. ദൈവമേ, കണ്ണിലാകെ ഇരുട്ട് കയറി. ഞാൻ 2 പോക്കറ്റ് മാറി തപ്പി. ശരിക്കും തപ്പി നോക്കൂട്ടി. ശരിക്കും തപ്പിന്നേ. എന്റെ കാശ് പോയി. അയ്യോ. എന്റെ വെപ്രാളം കണ്ട ബാലേട്ടൻ കാര്യം തിരക്കി. ഞാൻ പറഞ്ഞു, ബാലേട്ടാ, എന്റെ കാശ് കാടിനകത്ത് തപ്പാൻ പറയൂ. അവിടൊക്കെ നോക്കി ബാലേട്ടാ, പക്ഷെ കാശ് എങ്ങാണ്ട് പോയി ബാലേട്ടാ. അയ്യോ. അയാള് പറഞ്ഞു,
സാരമില്ല, നീ നാളെ കൊണ്ട് തന്നാ മതി. ഓ നല്ല പാലേട്ട. അല്ല എന്നാലും എന്റെ കാശ്. അല്ല നാളെ കൊണ്ട് കൊടുക്കാലോ. അത് ശരിയാണ്, ചിലപ്പോ എടുക്കാൻ മറന്നതായിരിക്കും. സംഭവം എന്താണെന്ന് അറിയാമോ നൂർദി? ഈ വീണ് കിട്ടിയ കാശ് എന്റേതാണെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. അയ്യോ, അപ്പൊ കാർഡിനകത്ത് വെച്ച പൈസ അതന്നെയാണോ ഇത്? അതന്നെയായിരുന്നു. ഓ നോ. എന്തായാലും വീട്ടിൽ നിന്നും കിട്ടേണ്ടത് കിട്ടി കേട്ടോ. കിട്ടിക്കാണും ഡബിള്. പിന്നീട് ഞാൻ ഉമ്മയോട് സത്യം പറഞ്ഞപ്പോ ഉമ്മ പറഞ്ഞതാണെന്നറിയാമോ? മണ്ടൻ. അന്ന് എനിക്ക് മനസ്സിലായി കാശ് കളഞ്ഞു പോയതിന്റെ അവസ്ഥ. കൂട്ടുകാരെ, കാശ് കളഞ്ഞു കിട്ടിയാൽ ആദ്യം നമ്മുടെ പോക്കറ്റ് തപ്പി നോക്കി നമ്മുടേതല്ലെന്ന് ഉറപ്പുവരുത്തണം. ഇല്ലെങ്കിൽ ഇതുപോലൊക്കെ സംഭവിക്കും. ഞാൻ വിചാരിച്ചു കാശ് കളഞ്ഞു കിട്ടിയാൽ അത് നമ്മൾക്ക് ആരുടെയാണെന്ന് വെച്ചാൽ അത് കൊടുക്കണം എന്നായിരിക്കും പറഞ്ഞു വരുന്നത്. ഏതായാലും വീണ്ടും ഞാൻ കടന്നു വരാം. ഇപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ ഞാനും ബൈ ബൈ പറയുന്നു. മിസ്റ്റി ഓക്കെ, എന്തായാലും നന്നായിരിക്കുന്നു കേട്ടോ മിസ്റ്റി. എന്താ നല്ലൊരു ഒരു മോറൽ ഓഫ് ദ സ്റ്റോറി അല്ലേ? അതെ അതെ. കാശ് കളഞ്ഞു കിട്ടി ആദ്യം നമ്മുടെ പോക്കറ്റ് തപ്പി നോക്കണം, നമ്മുടെ കാശ് തന്നെയാണോ, എന്നിട്ട് അത് ചെലവ് ചെയ്യാവുള്ളൂ. ഏതായാലും മിസ്റ്റി റൈസ് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ജോലി തിരക്കിനിടയിലും നമ്മുടെ ഷോയിലേക്ക് കടന്നു വന്നേ. അതാണ്. लफ्ज़ों में लिख देंगे अपना ये हाल दिल, देखेंगे क्या जवाब आता है फिर यार का। किस्सा हम लिखेंगे दिल बेकरार का, खत में सजा के फूल हम प्यार का। അങ്ങനെ നല്ലൊരു റിവൈൻഡോട് കൂടി നമ്മളിത് ഈ ആഴ്ചത്തെ റിവൈൻഡ് സെഷൻ ആരംഭിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ വിനിമയ നിരക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു ഖത്തറി റിയാലിന് തത്തുല്യമായ ഇന്ത്യൻ റുപ്പി 16.20. ഓക്കെ, അപ്പൊ കൂട്ടുകാരെ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. ഇന്നത്തെ ഗാനങ്ങളും അതുപോലെ തന്നെ ഇന്നത്തെ ഷോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. വീണ്ടും നാളെ ഒത്തുചേരാം എന്ന പ്രതീക്ഷയിൽ ഇപ്പോൾ സ്നേഹപൂർവ്വം അൽസമാൻ എക്സ്ചേഞ്ച് ദോഹ ഖത്തർ മോസ്റ്റ് വാണ്ടഡ് റീലോഡിൽ നിന്നും ബൈ ബൈ പറയുന്നവർ ഞാൻ നൂർ, ഞാൻ ഷിബു മലയിൽ, ഒപ്പം കപിലും. ടാറ്റാ, ബൈ. जान हमारी हो जा से भी प्यारी हो, आपके प्यार की तो दिल में है जगह।